ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി നമ്മുടെ പണിയിലോട്ട് കിടക്കാം. പണിയിലോട്ട് കിടക്കുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ഒരു കാപ്പി കുടിക്കാം. അപ്പോൾ കാപ്പി പ്രകൃതിയും രമണിയൊക്കെ ആസ്വദിച്ചിട്ട് മറ്റേ ജോൺസൺ മാഷിൻ്റെ സംഗീതം, മഴ, കട്ടൻ കാപ്പി, ആ ലെവൽ ടൈപ്പൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടാ ഇരുന്ന കാര്യം നടക്കത്തില്ല. മഴ അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് തകർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തീയിൽ വെക്കാം. പിള്ളേർക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം, കറി വേണം. അപ്പോൾ ഉച്ചക്കത്തേക്കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഉള്ളിയും തക്കാളിയൊക്കെ സ്ലോ മോഷൻ ചട്ടിക്കത്തോട്ട് വീഴുന്നുണ്ട്. നമുക്ക് നേരെ ഇത് എല്ലാം അരിഞ്ഞ് പെറുക്കി സ്ലോ മോഷൻ കളിച്ച് ഇന്ന് സമയം പോകുന്ന അറിയത്തില്ല. പെട്ടെന്ന് ഞാനതെല്ലാം അടപ്പയിലാക്കിയിട്ടുണ്ട്. കുറച്ച് കുഴക്കട്ടയാണ് വെച്ചിട്ടുള്ളത്. കുറേ ദിവസമായിട്ട് ചേട്ടൻ പറഞ്ഞത് കുഴക്കട്ട ഉണ്ടാക്കും. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, ചേട്ടന് മാത്രം ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നേരെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ വെച്ച് കടുവറ അതിലോട്ട് കുറച്ച് ഉള്ളി തട്ടി കൊടുക്കുക. ഉള്ളി തീയിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇച്ചിരി തേങ്ങായും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു കടിക്കുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. ഉള്ളിത്തീയിൽ വെക്കാൻ വേറെ കാര്യം വെച്ചാൽ കിഴങ്ങ് വാങ്ങിക്കാൻ മറന്നു പോയിണ്ടാണ് കേട്ടോ. മറവി തീയാണല്ലോ, അതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് തീയലിന് വറുത്തെടുക്കാം. അപ്പോൾ ഇച്ചിരി പച്ച തേങ്ങയാണ് കേട്ടോ ഞാൻ വറക്കാൻ നിന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് വഴളുന്നേ ഇല്ല. വറുത്ത് വരാൻ വലിയ പാടായിരുന്നു. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വറുത്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു, അത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ പപ്പടവും തീയലും ചോറ് കുറച്ച് ഇരിപ്പുണ്ട്, അത് ഞാൻ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറികളെ കുറച്ച് മീൻകറി തലേന്നത്തെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൂക്കുക, തുടയ്ക്കുക, അങ്ങനത്തെ പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.